അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന് വയ്യ എന്ന് പറഞ്ഞാലെങ്കിലും അവരെ വെറുതെ വിട്ടൂടെ? ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയാസ് വല്ലാതെ ടോക്സിക് ആവുന്നുണ്ട്. അവരുടെ കോണ്ടന്റിന് വേണ്ടിയിട്ട് ആരെ ബുദ്ധിമുട്ടിക്കാനും അവർ റെഡിയാണ്. ഇപ്പൊ രേണുസുധിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല ക്ഷീണമുണ്ട്. ഫിസിക്കലി മെന്റലി അവർ ഓക്കെ അല്ല എന്ന് നമുക്ക് അവരെ കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് ഓക്കെ അല്ലടാ, പിന്നെയും പിടിച്ചു നിർത്തി അങ്ങ് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ ഏതായാലും 100 ദിവസം നിൽക്കുന്നതിന് മുമ്പ്, 1 മാസം തികയുന്നതിന് മുമ്പ് കുറെ ആൾക്കാരെ ബിഗ് ബോസ് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. ആ പുറത്താക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എവിഷനുകളിൽ ഒരെണ്ണമായിരുന്നു ഇപ്പൊ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, ഒരു രീതിയിലും ഗെയിം കളിക്കാതെ വെറുതെ അഗ്രസീവ്നെസ് മാത്രം വെച്ച് പുലർത്തിയ ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പുറത്താക്കി. അതോടൊപ്പം തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരാളെയും കൂടി ബിഗ് ബോസ് പുറത്താക്കി. അപ്പൊ ആദ്യം പുറത്താക്കിയത് രേണുസുധിയാണ്. രേണുസുധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിമിന് ഓക്കെ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ അവിടെ പോയപ്പോൾ മനസ്സിലായി ആർക്കും ഒരു ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല. ആ ഗെയിമിൽ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. ആദ്യത്തെ 1-2 ദിവസം ചെറിയ രീതിയിലുള്ള സൗണ്ടൊക്കെ പുറത്തു വന്നതെങ്കിലും പിന്നീട് രേണുസുധിയുടെ പ്രസൻസേ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെ അവിടെ നിർത്തിയിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രേണുസുധിയുടെ ആഗ്രഹപ്രകാരം, ആവശ്യപ്രകാരം ബിഗ് ബോസും ലാലേട്ടനും കൂടി രേണുസുധിയെ പുറത്താക്കിയത്. പിന്നെ അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവരൊട്ടും ഓക്കെ അല്ല, ഭയങ്കര വിഷമമുണ്ട്, ആകപ്പാടെ ഫിസിക്കലി ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് രേണുസുധിയെ കുറിച്ച് പ്രത്യേകിച്ച് കുറ്റമോ ഗുണമോ ദോഷമോ ഒന്നും തന്നെ പറയാനില്ല. അടുത്തതായിട്ട് 2 പേര്, ഷൈത്യയും അപ്പാനി ശരത്തും. എന്റെ ദൈവമേ, ഈ അപ്പാനി ശരത്ത് അവിടെ പോയത് തന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണ് എന്ന് തോന്നിപ്പോകും. കാരണം ആദ്യത്തെ ദിവസം തൊട്ട് തുടങ്ങിയ പണിയാണ്. പ്രത്യേകിച്ച് ഗെയിം ഒന്നും കളിച്ചില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ച് വിളിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി കുറെ അഗ്രസീവ്നെസ്സും കാണിച്ചിട്ട് വെറുതെ നിൽക്കായിരുന്നു. ഇവരുടെ മെയിൻ ടാർഗറ്റ് തന്നെ അനുമോളാണ്. അനുമോളെ കുറ്റം പറയുക. ആദ്യം അനീഷിനെ ആയിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അനീഷിന്റെ പുറകെ നടന്ന് അനീഷിനെ കുറ്റം പറഞ്ഞ് അനീഷിനെ വെറുപ്പിച്ച് വലിയ എന്തോ സംഭവമാണ്, ഞാൻ എന്തോ വലിയ ആളാണ് എന്നുള്ള ഭാവത്തിലാണ് അപ്പാനി ശരത്ത് അവിടെ നിന്നത്. തിരിച്ച് വെളിയിൽ ഇറങ്ങി വന്നപ്പോഴും അതേ ഭാവത്തിൽ തന്നെയാണ് ഇറങ്ങി വന്നേക്കുന്നത്. അപ്പൊ വെളിയിൽ വന്ന് എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ കണ്ടേല്ലേ? എല്ലാ ദിവസത്തെ എപ്പിസോഡ്സ് കണ്ടേല്ലേ? എല്ലാരും പറയുന്നത് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നണേ? പോയി കളിക്കാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അതങ്ങനെ ആയിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നിലവിലൊന്നും പറയാനില്ല. ഞാൻ നിന്നിടത്തോളം സത്യസന്ധയോടെ നിന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പോവാം. അല്ല, വേറെ ആരെങ്കിലും ഔട്ട് ആവണ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അല്ല, ചേട്ടന് ഇത്രയും വോട്ട് ഉണ്ടായിട്ടും ഔട്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്തായിരിക്കും അറിയില്ല. അത് നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നമുക്ക് അറിയില്ല. ചേട്ടൻ ഇത്ര നന്നായിട്ട് കളിച്ചിട്ട് ഇത്രയും നല്ലൊരു പ്ലെയർ ആയിട്ട് പോലും ബിഗ് ബോസിൽ ഇപ്പോൾ വോട്ട് കിട്ടാത്ത എന്താണെന്നുള്ളൊരു ഇത് അന്വേഷിച്ചത് അറിയില്ലടോ എനിക്ക്. ഞാൻ ഇപ്പം നിങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. കാരണം ഇത്ര നല്ലതായിട്ട് ഗെയിം കളിച്ചിട്ടും ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ലെന്ന് തോന്നി. കാരണം ലാസ്റ്റ് ഒരു 5-ൽ എത്തേണ്ട ഒരാളായിരുന്നു അപ്പം. ഒരു കാര്യം മനസ്സിലായി, ചോദ്യം ചോദിക്കുന്ന വ്യക്തി ഏതോ ബോധമില്ലാത്ത വ്യക്തിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് 5-ൽ വരാൻ യോഗ്യതയുള്ള ആളാണെന്നൊക്കെ പറയുമോ? ഇയാളാണോ ടോപ്പ് 5-ൽ വരാൻ യോഗ്യതയുള്ളത്? ഒരു ഗെയിമും പ്രത്യേകിച്ച് കളിക്കാതെ ചെന്ന ദിവസം തൊട്ടേ കിടന്ന് അലച്ച് വിളിച്ച് കൂവി ആൾക്കാരോട് വെറുതെ വഴക്കിട്ട് ആ ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് തന്നെ ഇല്ലാതെ ആക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണോ ടോപ്പ് 5-ൽ വരാനുള്ള യോഗ്യതയുള്ളത്? ഒരു യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ്, ഒരുപാട് അഗ്രസീവ്നെസ് കാണിച്ചത് കൊണ്ടുമാണ് ബിഗ് ബോസ് ആയിട്ട് തന്നെ പുറത്താക്കിയത്. പിന്നെ വോട്ടിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇയാൾക്ക് ഭയങ്കര വോട്ടായിരുന്നെന്നാണ് പറയുന്നത്. പിന്നെ കണ്ടാലും മതി, ഇയാൾക്കൊക്കെ ആര് വോട്ട് ചെയ്യാനാണ്? ആ ഗെയിമിൽ പോകുമ്പോൾ അവിടുത്തെ മത്സരാർത്ഥികളെ പറ്റിയിട്ട് പ്രേക്ഷകരുടേതായിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വോട്ട് കിട്ടത്തില്ല. അല്ലാതെ ആരും ഇയാളെ മനഃപൂർവ്വം പുറത്താക്കിയതല്ല. ഇതൊരിക്കലും ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നില്ല. ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ തന്നെയാണ് നടന്നത്. അതായിരുന്നു എൻ്റെ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് പറ്റാതെ പോയത്. അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുതന്ത്രങ്ങൾ നെയ്തില്ല. ഞാൻ വളരെ ജെന്യുവിനായിട്ട് തന്നെയാണ് നിന്നത്. ഞാൻ ഇതുവരെയും സത്യം പറയുക, ഇതുവരെയും ഒരു തന്ത്രപൂർവ്വം പണി കൊടുത്ത് ആരെങ്കിലും ഔട്ടാക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഗെയിം പ്ലാനുകളൊന്നും ഞാൻ ചെയ്തില്ല. വളരെ ജെന്യുവിനായിട്ട് തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അപ്പം ഞാനും അക്ബറുമായിട്ട് സുഹൃത്തുക്കളായപ്പോൾ പല ആൾക്കാരും പറഞ്ഞു നിഴൽ പോലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പല രാത്രികളിലും അക്ബർ എന്നോട് സംസാരിക്കും, എടാ ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ, നിനക്ക് നിന്റെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കും. നിങ്ങൾ കണ്ടു കാണും. അപ്പം ഞാൻ പറയും, അക്ബർ നീ പോകുന്ന വഴികൾ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അതുപോലെ തന്നെ തിരിച്ചു എന്നോടും പറയും, എടാ നീ ഇപ്പോൾ ഈ പറഞ്ഞ തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിരിക്കും കറക്റ്റ്. ഒരുപക്ഷെ ഞാൻ എവിക്റ്റായി പോകുന്നതിൻ്റെ ദിവസം രാവിലെ ഞാൻ അക്ബറിനോട് സംസാരിച്ചൊരു കാര്യം ഇങ്ങനെയായിരുന്നു,
ഇന്ന് ഞാൻ എവിക്റ്റായി പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ എൻ്റെ ഗെയിമുകളെല്ലാം മാറും. ഞാൻ എവിക്റ്റ് ആയില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങ് മല മറിച്ചേനെ എന്നാണ് അപ്പാന് ശരത്ത് പറയുന്നത്. ഏതായാലും ആ മല എടുത്ത് മറിക്കുന്നതിന് മുമ്പ് എവിക്റ്റ് ആയത് നന്നായി. കുറച്ച് അഗ്രസീവ്നെസ് ആ ഷോയിൽ നിന്ന് കുറഞ്ഞു കിട്ടിയല്ലോ. ഇനി അടുത്തതായിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ ശൈത്യ. മുമ്പുള്ള പർച്ചേസിങ് എത്ര രൂപയായിരുന്നു ഏകദേശം? 1 lakh. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഡ്രസ്സ് മാത്രമല്ല, അതിന്റെ ആക്സസറീസ്, പിന്നെ ചപ്പൽസ്, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ കൊണ്ടുപോയി. പക്ഷെ 2 ആഴ്ചത്തേക്ക് കിട്ടിയില്ലല്ലേ? 25-ാമത്തെ ദിവസം കൊടുത്ത് 7 മണിയല്ലേ, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു പണി വരുമെന്ന്. ബിഗ് ബോസിന് പോണതിന് മുമ്പുള്ള പർച്ചേസ് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും അമ്മയും മകളും കണക്ക് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഏതെങ്കിലും ഒരു ഷോയിൽ പോവും, ആ ഷോയിൽ പോയിട്ട് എത്ര രൂപ ചെലവായി എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറയും. ഇവിടെയും ആ കഥ ആരംഭിക്കുകയാണ്. ഇനിയിപ്പം വരുന്ന ഇന്റർവ്യൂവിലൊക്കെ തന്നെ ഈ ചെലവായ പൈസയുടെ കഥ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഏതായാലും ശൈത്യ വെളിയിൽ ഇറങ്ങിയിട്ട് പോലും എങ്ങനെ അനുമോൾക്ക് പാര വെക്കണം, എങ്ങനെ അനുമോളെ ഫേക്ക് ആണ് എന്ന് പറയണമെന്ന് നോക്കിയിരിക്കുകയാണ്. ആ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്ന ഭാഗം കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ആ ഒരു ഗെയിം നന്നായിട്ട് കളിക്കാൻ പറ്റില്ല, അതെനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല ഡ്രാമാസിലും ഞാൻ പെട്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ശൈത്യ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ചെയ്യാൻ പോയ പോലെ അനുമോള് പറയുന്ന കാര്യങ്ങൾക്കും അതൊരു റീസൺ ആയിരിക്കും. അങ്ങനല്ല, ഞാൻ ഒരാളിൽ മാത്രം ഒതുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവളുടെ അടുത്തുനിന്ന് ഞാൻ മാറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇവള് കാണിക്കുന്ന പല കാര്യങ്ങളും. ഓക്കെ, ഞാൻ ഒരു പോസിബിലിറ്റി ചോദിക്കട്ടെ. ആദ്യം അനുമോളുടെ പി എന്ന് പറഞ്ഞു എല്ലാവരും, അത് കഴിഞ്ഞ് കട്ടപ്പ എന്ന് പറഞ്ഞു. പി ആയിരുന്നു യു സേഫ്, കട്ടപ്പ ചെയ്യുമ്പോഴത്തേക്കും കട്ടപ്പുറത്തെ. ബട്ട് കട്ടപ്പ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ എപ്പിസോഡിൽ അത് തീർത്തു. പക്ഷേ എന്നാലും ഇനി അതായിരിക്കും ഒരു പക്ഷേ, കാരണം നമ്മൾ സ്വയം നമ്മളോട് കള്ളം പറയാൻ പറ്റില്ലല്ലേ. ഞാൻ ആക്ച്വലി ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. അവളുടെ അടുത്താണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. ബട്ട് അവള് കുറച്ച് ഫേക്ക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കിയില്ല. ആക്ച്വലി ഒരു ഫേക്ക് ആണോ എനിക്ക് തോന്നുന്നുണ്ട്. യെസ്, അതായത് ഇങ്ങനെ വെറുതെ കണ്ടന്റ് കൊടുക്കുക എന്നുള്ള മാത്രം ഫോക്കസ് ചെയ്ത്. അതെ, കാര്യം രാത്രി ഞങ്ങൾ തമ്മിൽ കിടന്നുറങ്ങുമ്പോഴും നാളെ എന്ത് കണ്ടന്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നാളെ എന്താണ് ചെയ്യാൻ നടക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ഞാനുമായിട്ടും ഞാൻ സംസാരിക്കുമ്പോഴും അനു ഇപ്പോഴും പറയാറുണ്ട്, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ആദ്യം ചേട്ടാ സ്വന്തം തനി നിറം പ്രേക്ഷകരെ കാണിച്ചപ്പോൾ പ്രേക്ഷകരായിട്ട് എടുത്ത് വെളിയിൽ കളഞ്ഞു. അനുമോളുടെ നിഴലായി പോയി എന്നാണ് ശൈത്യ പറയുന്നത്. പക്ഷേ അനുമോളുടെ നിഴലായിട്ട് നിന്ന സമയത്ത് ശൈത്യക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. എപ്പോഴാണോ ചതി പുറത്ത് കാണിക്കാൻ തുടങ്ങിയത്, എപ്പോഴാണ് അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കുത്താൻ തുടങ്ങിയത്, ആ സമയത്ത് പ്രേക്ഷകര് വോട്ട് കുറച്ചു. അതാണ് യാഥാർത്ഥ്യം. ഫേക്ക് അല്ലാതെ നിന്ന 2 വ്യക്തികൾ. അനുമോൾ ഫേക്കാണ്, അപ്പൊ ഇവരോ? അനുമോൾ ഭയങ്കര ഗെയിം പ്ലാനിങ് ആണ്, കോണ്ടന്റ് ക്രിയേഷൻ ആണ്. അതാ പെൺകുട്ടിയുടെ കഴിവ്. അവിടെ പോയി കോണ്ടന്റ് കൊടുക്കുന്നവർക്കേ അവിടെ നിൽക്കാൻ പറ്റൂ. അത് അനുമോൾക്ക് അറിയാം. അതുകൊണ്ട് അനുമോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് അവരുടെ കഴിവാണ്. ആ കഴിവിനെ ആലോചിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അസൂയ പൂണ്ടിട്ടോ കാര്യമില്ല. നിങ്ങൾക്ക് ആ കോണ്ടന്റ് കൊടുക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രേക്ഷകരായിട്ട് തന്നെ നിങ്ങളെ എടുത്തങ്ങ് പുറത്താക്കി. കുറച്ചും കൂടി കഴിയുമ്പോൾ ഷോ ഏകദേശം അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ പറയാം പ്രേക്ഷകരുടെ ഇടപെടൽ കുറവാണെന്ന്. പക്ഷേ ഷോയുടെ ആദ്യത്തെ സമയത്ത് പ്രേക്ഷകരുടെ ഇടപെടൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ പുറത്താക്കിയത് പ്രേക്ഷകരാണ് എന്ന് നിങ്ങൾ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചുകൊള്ളുക. അതാണ് യാഥാർത്ഥ്യം. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന്റെ സെലക്ഷന് യാതൊരു രീതിയിലുള്ള ഇതും കൊടുത്തിട്ടില്ല, പരിഗണനയും കൊടുത്തിട്ടില്ല. ഒരു കെയർഫുൾനെസ്സും ഇല്ലാതെയാണ് കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് മുമ്പുള്ള സമയത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഒരു കാര്യവും ഇല്ലാതെ വെറുതെ കിടന്ന് കക്കക്കാന്ന് പറഞ്ഞ് അലയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നേക്കുന്ന ചില കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1-2 ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത്. ജെനുവിനിറ്റി വേണമെന്ന് ഒരു നിർബന്ധമില്ല. ബിഗ് ബോസിന് വേണ്ടത് ജെനുവിനിറ്റി അല്ല, നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുക, ആൾക്കാരെ പിടിച്ചിരുത്തുക. അനുമോളെയും കൊണ്ട് അതിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. മാത്രമല്ല അനുമോൾക്ക് കുറെ പ്രേക്ഷക സപ്പോർട്ടുണ്ട്. പിന്നെ അനീഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് നല്ല രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഒരു കോമണർ ആയിട്ട് ഇവരെക്കാൾ കൂടുതൽ അവിടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അനീഷിന്റെ കഴിവല്ലേ. അപ്പൊ ഇവരെല്ലാരും ചെന്ന് അവരുടെ മെക്കിട്ട് കയറാൻ നോക്കി പ്രേക്ഷകരായിട്ട് ഇവരെ എടുത്ത് പുറത്ത് കളഞ്ഞു.